ഗൃഹനാഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം ചങ്ങനാശ്ശേരി മണികണ്ഠവയൽ സ്വദേശിയായ അനിൽകുമാർ എന്ന 54 വയസ്സുകാരനെയാണ് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ ഒരു മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അനിൽകുമാറിൻ്റെ ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മറ്റു വീടുകളിലൊക്കെയാണ് താമസിക്കുന്നത്. ഈ ഒപ്പം താമസിച്ചിരുന്ന മകൻ സ്റ്റേജ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ്. ശിവരാത്രി ദിവസം ആ മകൻ ഇവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പോയതാണ്. പോകുന്ന സമയത്ത് പിതാവ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. പിന്നീട് ജോലികൾക്ക് ശേഷം ഇന്ന് രാവിലെയോടുകൂടി മകൻ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ അനിൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ അകത്ത് പിതാവ് മരിച്ചു കിടക്കുന്നത് മകൻ കാണുകയായിരുന്നു. പിന്നീട് ഈ മകൻ വാതിൽ തള്ളി തുറന്നകത്ത് കയറി നാട്ടുകാരെയും പോലീസിനെയുമൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. തൃക്കൃത്താനം പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാണ് ഇദ്ദേഹം മരിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്താണെങ്കിലും മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ല. ചങ്ങനാശ്ശേരി മണികണ്ഠവയൽ സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ എന്ന 54 വയസ്സുകാരനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം മേസ്തിരിപ്പണിയായിട്ട് നടക്കുന്ന ആളാണ്. 54 വയസ്സോളം ഉണ്ട് ആൾക്ക്. അദ്ദേഹം മകനും കൂടെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മൊത്തം 4 മക്കളുണ്ട്. ഒരാൾ ബാംഗ്ലൂർ പഠിക്കുന്നു, 2 പേര് പുഴവാത് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ 2 പേരും വിവാഹം കഴിച്ചവരാണ്. അദ്ദേഹം ഈ മൂന്നാമത്തെ മകൻ സന്ദീപ് എന്ന് പറയുന്ന ഇവർ 2 പേരുമാണ് എന്നെ താമസിക്കുന്നത്. സന്ദീപിന് ഈ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഒക്കെ പണിയാണ്. ശിവരാത്രിയുടെ അന്ന് ബുധനാഴ്ച അദ്ദേഹം പണിക്ക് പോയതാണ്. അപ്പനെ കണ്ട് അപ്പൻ അതിരാവിലെ ഏതാണ്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോയി ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ആരുടെ കൂടെയും പല ആളുകളോട് സ്ഥിരമായിട്ടല്ല പല ആളുകളുടെയും പണി ചെയ്ത് വൈകിട്ടാണ് ഇവിടെ വരുന്നത്. പുള്ളി വന്ന് ഭക്ഷണം കഴിച്ച് പുള്ളി തന്നെ ഒന്ന് കടയിൽ നിന്ന് കഴിച്ച് പുള്ളി കയറി കിടക്കും. മോനും ഇങ്ങനെയാണ്. പക്ഷേ ഇതിന് ശേഷം ഇപ്പം ശിവരാത്രിയുടെ അന്ന് ബുധനാഴ്ച മോൻ പണിക്ക് പോയി ഇന്ന് രാവിലെയാണ് വരുന്നത്. വീട് അടച്ചിട്ടിരിക്കുന്നു. പുള്ളി ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോഴാണ് താഴെ കാണുന്നത് കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഒരു സെറ്റിയുടെ താഴെ ഡൈനിങ് ടേബിളിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നു. 4 ദിവസത്തെ പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പയ്യനെ ഈ കതക് ചവിട്ടി തുറന്നു. അടുത്തുള്ളവരെല്ലാം വന്നു. നല്ല സ്മെല്ലായിട്ട് ഇങ്ങനെ ആളുകൾ നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഉടനെ എന്നെ അടുത്ത അയൽക്കാരെ വിളിച്ചു പറഞ്ഞു. ഞാൻ പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു. ഇപ്പം മറ്റൊരു പയ്യനുണ്ട് വിഷ്ണു, പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇപ്പോൾ ഉടനെ ആരംഭിക്കും. പോലീസ് ഇവിടെ ഉണ്ട്. അതെ. പുള്ളി കണ്ടിരിക്കുന്നത് ശിവരാത്രിയുടെ അന്ന് ബുധനാഴ്ചയാണ് ഈ പയ്യനും അപ്പനും. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. കാരണം ഇങ്ങനെ ഇപ്പോൾ ഈ പറമ്പിൽ മണ്ണടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നടക്കുന്ന ആളുകളെല്ലാം കടയിലോട്ട് വന്ന് പറമ്പിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഇങ്ങനെ ഇവർ ഒന്നെങ്കിൽ കഥ അടച്ചിടും. ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇവർ 2 പേരും ഉള്ളതുകൊണ്ട് അധികം ആളുകളൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ പോകുന്നു. ചിലപ്പം പുള്ളി വാതിക്കെ ഇരിക്കുവാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ ആരും അറിഞ്ഞില്ല. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. പയ്യൻ വന്നു കഴിഞ്ഞിട്ട് മോൻ സന്ദീപ് എന്ന് പറയുന്ന മകൻ വന്നു കഴിയുമ്പം കഥ അടച്ചിട്ടിരിക്കുന്നുണ്ട്. പുള്ളി നോക്കിയപ്പോഴാണ് പുള്ളിയാണ് ആദ്യം ഇത് കാണുന്നത്. ഉടനെയാണ് അയൽവാസികളെല്ലാം വന്നത്. അകത്തുനിന്ന് മേളിലത്തെ ഒരു കുറ്റി ഇട്ടിരിക്കുകയായിരുന്നു. അതവൻ പയ്യൻ ചവിട്ടി തുറക്കുമായിരുന്നു. അതെ, അവർ ഇൻക്വസ്റ്റും മറ്റ് നടപടിക്രമങ്ങൾ നോക്കിയാലേ മനസ്സിലാകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ചങ്ങനാശ്ശേരി മണികണ്ഠവയൽ സ്വദേശിയായ അനിൽകുമാർ എന്ന 54 വയസ്സുകാരനെയാണ് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. ജോലിസ്ഥലത്തായിരുന്ന മകൻ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സമയത്താണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ജനൽ തുറന്നു കിടക്കുന്നൊരവസ്ഥയിലാണ്. ജനലിലൂടെ നോക്കിയപ്പോൾ തന്നെ പിതാവിനെ മരിച്ച നിലയിൽ അകത്ത് കാണുകയായിരുന്നു. പിന്നീട് ഈ മകൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തൃക്കൃത്താനം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന് മാറ്റും. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. എന്നാണ് അനിൽകുമാർ മരിച്ചത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. തൃക്കൃത്താനത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.